നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ഈ അമിതമായ ശബ്ദം ഒരു ശല്യമായി തോന്നിയിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായും. ചിലപ്പോൾ റോഡിലെ ഹോണടി, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ എന്തെങ്കിലും പരിപാടി, ഉത്സവങ്ങൾ, അതെ, ഉത്സവപ്പറമ്പിലെ ലൗഡ് സ്പീക്കർ. പക്ഷെ ഇത് വെറുമൊരു അസൗകര്യം മാത്രമാണോ? അതാണോ നമ്മളിന്ന് നോക്കുന്നത്? അല്ല, അതാണ് കാര്യം. ഇത് അതിനേക്കാൾ വളരെ വലുതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശബ്ദമലിനീകരണത്തെക്കുറിച്ചാണ്. അത് നിങ്ങളുടെ ആരോഗ്യത്തെ ശരിക്കും എത്രത്തോളം ഗുരുതരമായി ബാധിക്കാം? ഇതിനെ നിയന്ത്രിക്കാൻ ഇന്ത്യയിൽ എന്തൊക്കെ നിയമങ്ങളുണ്ട്? നിയമങ്ങളുണ്ട്. പിന്നെ ഒരു പൗരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്തൊക്കെ അവകാശങ്ങൾ, ഉത്തരവാദിത്തങ്ങളൊക്കെയുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് കാര്യമായിട്ട് നോക്കാൻ പോകുന്നത്. അതെ, പലരും ഇതൊരു നിസ്സാര കാര്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ വ്യക്തിപരമായിട്ടും സാമൂഹികമായിട്ടും ഇതിന് വലിയ പ്രത്യാഘാതങ്ങൾ തന്നെയുണ്ട്. നമ്മൾ ഇന്ന് പരിശോധിക്കുന്ന ഈ സ്രോതസ്സുകൾ, അതായത് ചില നിയമപരമായ കാര്യങ്ങൾ, ആരോഗ്യ പഠനങ്ങൾ, പിന്നെ കോടതി വിധികളൊക്കെ, അതെ, അതെല്ലാം ഈ വിഷയത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഒരു വെളിച്ചം തരും. ഈ ഇൻഡസ്ട്രിയലൈസേഷൻ, നഗരവൽക്കരണം, വാഹനങ്ങളുടെ ഈയൊരു പെരുപ്പം, അതെല്ലാം കൂടി നമ്മുടെ ചുറ്റുമുള്ള ലോകം കൂടുതൽ ഒച്ചപ്പാടുള്ളതാക്കി മാറ്റുന്നുണ്ട് അല്ലേ? ശരിയാണ്. ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായ കാര്യം നമ്മുടെ ഭരണഘടനയിൽ തന്നെയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആർട്ടിക്കിൾ 21 ഉണ്ട്. ആർട്ടിക്കിൾ 21, ജീവിക്കാനുള്ള അവകാശം. അത് വെറുതെ ജീവൻ നിലനിർത്തുക എന്നല്ല, അല്ല, അന്തസ്സോടെയും ആരോഗ്യത്തോടെയും ജീവിക്കാനുള്ള അവകാശം. അതില് ശാന്തമായ ഒരു പരിസ്ഥിതിയും ഉൾപ്പെടും എന്ന് കോടതികൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈ അവകാശം ഉറപ്പാക്കാനാണ് ഈ 2000-ലെ ശബ്ദമലിനീകരണം നിയന്ത്രണവും സംരക്ഷണവും ചട്ടങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ശരി. അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചർച്ചയുടെ പ്രധാന ലക്ഷ്യം 1, ഈ നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയുണ്ടാക്കുക. 2, ഈ ശബ്ദം നിങ്ങളെ നിങ്ങളറിയാതെ തന്നെ എങ്ങനെ ദോഷകരമായി ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട്, ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് തിരിച്ചറിയുക. അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഈ പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അതെങ്ങനെയാണ് ഈ ഫാക്ടറികളിലെ ശബ്ദം, കൺസ്ട്രക്ഷൻ സൈറ്റിലെ പടക്കം പൊട്ടിക്കൽ, ഉച്ചഭാഷിണികൾ, വണ്ടികളുടെ ഹോണുകൾ, ഇതൊക്കെ സ്ഥിരമായി കേൾക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്? ഇവിടെയാണ് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലും കുറച്ചുകൂടി ഗൗരവമാകുന്നത്. ഇത് കേൾവിക്കുറവുണ്ടാക്കുമെന്നത് അത് മിക്കവർക്കും അറിയാം. അത് സ്വാഭാവികമാണല്ലോ. പക്ഷേ അതിനപ്പുറം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് കുട്ടികളിൽ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് അത് കുറയാൻ സാധ്യതയുണ്ട്. ഡിസ്ലെക്സിയ പോലുള്ള പഠന വൈകല്യങ്ങൾക്കിതൊരു കാരണമാകാം എന്നും ചില പഠനങ്ങൾ പറയുന്നുണ്ട്. ശരിക്കും. അതെ, അവരുടെ ഓർമ്മശക്തി, ചിന്തിക്കാനുള്ള കഴിവ്, അതിനെയൊക്കെ ഇത് മോശമായിട്ട് ബാധിക്കാം. കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഗർഭാവസ്ഥയിലുള്ളവരെ ഇത് ബാധിക്കുമോ? അങ്ങനെ ഒരു സംശയം വരാം. അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ചില പഠനങ്ങൾ പറയുന്നത് സ്ഥിരമായിട്ട് ഈ കൂടിയ ശബ്ദമുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഗർഭിണികളിൽ ചിലപ്പോൾ അകാല പ്രസവത്തിനുള്ള സാധ്യത കൂടാം. ജനിക്കുന്ന കുഞ്ഞിന് തൂക്കം കുറയാനും സാധ്യതയുണ്ട്. തീരെ കൂടിയ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഗർഭം അലസിപ്പോകാനുള്ള സാധ്യത കൂട്ടുമെന്നും ചില ഗവേഷണങ്ങൾ പറയുന്നുണ്ട്. ഇതിന് കൂടുതൽ പഠനങ്ങൾ വേണം. എന്നാലും ഈ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അത് ശരിക്കും ഗൗരവമുള്ളതാണല്ലോ. മുതിർന്നവരുടെ കാര്യത്തിലോ ഈ കേൾവിക്കുറവ്, ചെവിയിലെ മൂളല്, ടിന്നിറ്റസ് എന്ന് പറയില്ല, ടിന്നിറ്റസ്, അതല്ലാതെ വേറെ എന്തെങ്കിലും? ഒരുപാടുണ്ട്. ഈ കൂടിയ ശബ്ദം നമ്മുടെ ശരീരത്തിൽ ഒരു സ്ട്രെസ് ഉണ്ടാക്കും. ശരി. അത് ഹൃദയമിടിപ്പ് കൂട്ടും, ബ്ലഡ് പ്രഷർ കൂട്ടും. കുറേ നാളിത് തുടർന്നാൽ ഹൃദ്രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടും. അതുപോലെ ഉറക്കമില്ലായ്മ, ടെൻഷൻ, ഈ ഉത്കണ്ഠ, അങ്ങനെയുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും ഇതൊരു പ്രധാന കാരണമാണ്. നിങ്ങൾ ഓർത്താ മതി, ചിലപ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ദൂരം നിന്നൊരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും ഉറക്കം പോവും. അതെ, നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തും. അപ്പോൾ സ്ഥിരമായിട്ട് വലിയ ഒച്ചപ്പാടിന്റെ നടുവിൽ ജീവിക്കുന്നവരുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കൂ. ഓർമ്മക്കുറവ്, അൽഷിമേഴ്സ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകാമെന്ന് കേട്ടിട്ടുണ്ട്. അതിൽ വാസ്തവമുണ്ടോ? ഉണ്ട്. പുതിയ പഠനങ്ങൾ അത്തരം ബന്ധങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ, ഓർമ്മശക്തിയെ ഒക്കെ ഈ ശബ്ദമലിനീകരണം മോശമായിട്ട് ബാധിക്കാം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വെറും ശല്യമല്ല. അല്ല. നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ
പതിയെ പതിയെ കാർന്നു പിന്നുന്ന ഒരു പ്രശ്നം കൂടിയാണ്. വ്യക്തമായി. അപ്പോൾ ഈ പ്രശ്നങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ നിയമം എന്ത് പറയുന്നു? നമുക്ക് ആ 2000-ലെ ശബ്ദമലിനീകരണ നിയന്ത്രണ ചട്ടങ്ങളെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് നോക്കിയാലോ? എന്തൊക്കെയാണ് അതിലെ പ്രധാന കാര്യങ്ങൾ? നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നിയമങ്ങൾ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. ആദ്യമായിട്ട് പലതരം സ്ഥലങ്ങളെ, ഏരിയകളെ തരംതിരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോന്നിനും അനുവദനീയമായ ശബ്ദത്തിന്റെ ഒരു അളവ്, ഒരു ലിമിറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. വ്യാവസായിക മേഖല, അതായത് ഇൻഡസ്ട്രിയൽ ഏരിയ, ഓക്കെ, വാണിജ്യ മേഖല, കമേഴ്ഷ്യൽ ഏരിയ, പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, റെസിഡൻഷ്യൽ ഏരിയ, ശരി, പിന്നെ പ്രത്യേക ശ്രദ്ധ വേണ്ട നിശബ്ദ മേഖല, സൈലന്റ് സോൺ, ഇങ്ങനെ 4 തിരിച്ചിട്ടുണ്ട്. ഈ ശബ്ദത്തിന്റെ അളവ് അതെങ്ങനെയാണ് അളക്കുന്നത്? നമ്മൾ സാധാരണ കേൾക്കുന്ന ഒച്ചയുമായിട്ട് എങ്ങനെ താരതമ്യം ചെയ്യാം? ഇത് അളക്കുന്നത് ഡെസിബൽ എ, അതായത് DBA എന്ന യൂണിറ്റിലാണ്. നമ്മളിപ്പോ സാധാരണ സംസാരിക്കുന്നത് ഏകദേശം ഒരു 60 DBA വരും. ഓക്കെ. ഒരു ലൈബ്രറിയിലൊക്കെ പോയാൽ കിട്ടുന്ന ആ ഒരു നിശബ്ദത, അത് ഏകദേശം 40 DBA ആയിരിക്കും. നിയമമനുസരിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ, റെസിഡൻഷ്യൽ ഏരിയകളിൽ പകൽ സമയം, അതായത് രാവിലെ 6 മുതൽ രാത്രി 10 വരെ, ശരി, ആ സമയത്ത് അനുവദിച്ചിട്ടുള്ള ശബ്ദപരിധി 55 DBA ആണ്. 55. രാത്രിയിലോ അത് 45 DBA ആയിട്ട് കുറയും. ഓ, 45. അതെ, അതായത് നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഒച്ച പോലും രാത്രി പുറത്തേക്ക് കേൾക്കാൻ പാടില്ലെന്നർത്ഥം. കൊള്ളാം. വ്യാവസായിക മേഖലകളിൽ ഇത് കുറച്ചുകൂടി കൂടുതലാണ്, സ്വാഭാവികമായും. പകല് 75, രാത്രി 70. ശരി. വാണിജ്യ മേഖലകളിൽ ഇത് യഥാക്രമം 65ഉം 55ഉമാണ്. ഏറ്റവും കുറഞ്ഞ ലിമിറ്റ് അത് നിശബ്ദ മേഖലകളിലാണ്. പകൽ 50 DBA, രാത്രി വെറും 40 DBA. 40? അത് ലൈബ്രറിയിലെ പോലെയാണല്ലോ. അതെ, അത്രയും നിശബ്ദമായിരിക്കണം രാത്രിയിൽ ആ പ്രദേശങ്ങൾ. ഈ നിശബ്ദ മേഖലകളെന്ന് പറയുമ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളാണ് അതിൽ വരുന്നത്? ആശുപത്രി, സ്കൂള് ഒക്കെ ഉറപ്പായും കാണുമല്ലോ അല്ലേ? കാണും. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോടതികൾ, ആരാധനാലയങ്ങൾ, ഇതിന്റെ എല്ലാം ചുറ്റുമുള്ള ഒരു 100 മീറ്റർ പ്രദേശം നിശബ്ദ മേഖലയാണ്. 100 മീറ്റർ? അതെ. അതുകൂടാതെ വനമേഖല, വന്യജീവി സങ്കേതങ്ങൾ, പിന്നെ സർക്കാർ ഓഫീസുകൾ, അതിന്റെ പ്രവർത്തന സമയത്ത് ആ പരിസരവും നിശബ്ദ മേഖലയായി കണക്കാക്കും. ചിലപ്പോഴീ തിരക്കുള്ള റോഡുകൾ, ജംഗ്ഷനുകൾ, അവിടങ്ങളിലെ 100 മീറ്റർ പരിധിയിലും ഈ നിബന്ധന വരാം. ഓക്കെ. ഈ സ്ഥലങ്ങളിൽ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നത്, പടക്കം പൊട്ടിക്കുന്നത്, ഇതൊക്കെ കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട്. മിക്കവാറും പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ ഉച്ചഭാഷിണി അതുപയോഗിക്കുന്നതിന് എന്താണ് പൊതുവായ നിയമം? ഈ ഉത്സവങ്ങൾക്കും മറ്റും സ്ഥിരം കാണുന്നതാണല്ലോ ഇത്. അതെ, നിയമം, അതായത് ചട്ടം 5(1) പറയുന്നത് ഉച്ചഭാഷിണി ഉപയോഗിക്കാൻ ബന്ധപ്പെട്ട അധികാരിയുടെ ഒരു രേഖാമൂലമുള്ള അനുമതി വേണമെന്നാണ്. ഓക്കേ, പെർമിഷൻ വേണം. പെർമിഷൻ കിട്ടിയാൽ തന്നെ അതിൽ ചില കണ്ടീഷൻസ് ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കണ്ടീഷൻ, ചട്ടം 5(2) പ്രകാരം രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ ഉച്ചഭാഷിണികളോ പബ്ലിക് അഡ്രസ് സിസ്റ്റമോ വലിയ ഹോണുകളോ പടക്കമോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഒട്ടും പാടില്ല. പൊതുവേ പാടില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സർക്കാർ ഇളവ് കൊടുക്കാറുണ്ട്. പക്ഷേ സാധാരണ നിയമം ഇതാണ്. പിന്നെ വേറൊരു പ്രധാന കാര്യം, നിങ്ങൾ ഒരു ഉപകരണം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, അത് നിങ്ങളുടെ കോമ്പൗണ്ട് കടന്ന് പുറത്തു പോകുമ്പോൾ ആ പുറത്തുള്ള സ്ഥലത്ത് അനുവദനീയമായ ശബ്ദപരിധി എത്രയാണോ അതിൽ കൂടാൻ പാടില്ല. അതാണ് ചട്ടം 5(4)(5)(5) പറയുന്നത്. ഓക്കേ, അതായത് സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിലെ പരിപാടിയുടെ ഒച്ച കാരണം അയൽവാസിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകരുത്. ശരിയാണ്. നിങ്ങളുടെ സന്തോഷം മറ്റൊരാളുടെ സ്വസ്ഥതയെ ബാധിക്കരുത്. ചിലതരം സ്പീക്കറുകൾക്ക് നിരോധനമുണ്ടെന്നും കേട്ടിട്ടുണ്ട്. ഈ കോളാമ്പി എന്നൊക്കെ പറയുന്ന. ശരിയാണ്. കോളാമ്പി, അതായത് ഹോൺ ലൗഡ് സ്പീക്കറുകൾ, ചില മെറ്റൽ ഹോണുകൾ, പിന്നെ പഴയ ബോക്സ് ടൈപ്പ് സ്പീക്കറുകൾ, ഇതൊക്കെ ഉണ്ടാക്കുന്ന ശബ്ദത്തിന്റെ ഫ്രീക്വൻസി മനുഷ്യന്റെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് അവയുടെ ഉപയോഗം അത് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ഓക്കേ, അപ്പൊ നിയമം ലംഘിക്കുന്ന പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ ഈ ലൗഡ് സ്പീക്കർ മാത്രമല്ല വരുന്നത് അല്ലേ? എന്തൊക്കെയാണ് പ്രധാനമായും കുറ്റകരമായി കണക്കാക്കുന്നത്? ഈ പറഞ്ഞ സമയപരിധി ലംഘിക്കുന്നത്, ശബ്ദപരിധി ലംഘിക്കുന്നത്, പ്രത്യേകിച്ചും നിശബ്ദ മേഖലകളിൽ അനുമതിയില്ലാതെ ഉച്ചത്തിൽ പാട്ടുവയ്ക്കുക, ആംപ്ലിഫയർ ഉപയോഗിക്കുക, ഡ്രം പോലത്തെ സാധനങ്ങൾ പൊതുസ്ഥലത്ത് ഒച്ചയുണ്ടാക്കി ഉപയോഗിക്കുക, അനാവശ്യമായി ഹോൺ അടിക്കുന്നത്. അതെ, അനാവശ്യമായി ഹോൺ മുഴക്കുന്നത്,
അനുമതിയില്ലാതെ ആടകൂട്ടുന്ന പ്രകടനങ്ങൾ നടത്തുന്നത്, ഒച്ചപ്പാടുണ്ടാക്കുന്ന പടക്കം പൊട്ടിക്കുന്നത്, പ്രത്യേകിച്ചും രാത്രിയിലോ സൈലന്റ് സോണിലോ. ശരി. പിന്നെ അനുമതിയില്ലാതെയോ അല്ലെങ്കിൽ അനുമതിയിലെ കണ്ടീഷൻസ് തെറ്റിച്ചോ ലൗഡ് സ്പീക്കർ, PS സിസ്റ്റം ഉപയോഗിക്കുന്നത്, ഇതെല്ലാം നിയമലംഘനമാണ്. പരിപാടികൾ നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട വേറെന്തെങ്കിലും ടെക്നിക്കൽ കാര്യങ്ങൾ നിയമത്തിൽ പറയുന്നുണ്ടോ? ഉണ്ട്. ഉദാഹരണത്തിന് പെർമിഷൻ കിട്ടിയാലും അതിന്റെ വയറുകളോ സ്പീക്കറുകളോ ആ പരിപാടി നടക്കുന്ന സ്ഥലത്തിന് പുറത്തേക്ക് സ്ഥാപിക്കാൻ പാടില്ല. ഓക്കേ. ഈ സബ്വൂഫറൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ ബാസ് കാരണം ഭയങ്കര ഒച്ച ഉണ്ടാവുമല്ലോ. അതെ. അതിന്റെ ശബ്ദം പരിസരത്തുള്ളവർക്ക് ശല്യമാകാതെ സ്വന്തം സ്ഥലപരിധിക്കുള്ളിൽ തന്നെ നിർത്തണം. പിന്നെ കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ ജനറേറ്റർ വയ്ക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പോലെയുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് സേഫ്റ്റി ക്ലിയറൻസ് ഒക്കെ വാങ്ങിയിരിക്കണം. ഓക്കെ. അപ്പോ നിയമങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ എത്രത്തോളം പ്രാബല്യമുണ്ട്? ഭരണഘടന ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? കോടതികൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അതെ, ഇതിനെ ഒരു വലിയ ചിത്രത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ നിയമങ്ങൾക്ക് വളരെ ശക്തമായ ഭരണഘടനാ പിൻബലമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ആർട്ടിക്കിൾ 21. ജീവിക്കാനുള്ള അവകാശം. അതെ, അതുതന്നെയാണ് ഇതിന്റെ അടിത്തറ. ശാന്തമായ പരിസ്ഥിതി ഈ അവകാശത്തിന്റെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതികളും പല കേസുകളിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വെറും ജീവൻ നിലനിർത്തലല്ല, അന്തസ്സോടെ ജീവിക്കണം. അതെ, അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിൽ ശാന്തതയും പെടും. ഏതെങ്കിലും പ്രധാനപ്പെട്ട കോടതി വിധികൾ ഒന്ന് ഉദാഹരണമായി പറയാമോ? അപ്പൊ സാധാരണക്കാർക്ക് ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാകുമല്ലോ. പറയാം. ഒരുപാട് കേസുകളുണ്ട്. എന്നാലും ഈ ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ വേഴ്സസ് KKR മജസ്റ്റിക് കോളനി വെൽഫെയർ അസോസിയേഷൻ എന്ന കേസ്, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞു, ഒരു മതവിഭാഗത്തിനും അവരുടെ ആരാധനയുടെ ഭാഗമായിട്ട് ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റായിട്ട് കാണാൻ പറ്റില്ല എന്ന്. ഓ, റൈറ്റ്. അല്ല, മറ്റൊരാൾക്ക് കേൾക്കാൻ താൽപ്പര്യമില്ലാത്ത കാര്യം അയാളെ നിർബന്ധിച്ച് കേൾപ്പിക്കാൻ ആർക്കും അവകാശമില്ല. പൗരന്റെ സ്വൈര്യമായി ജീവിക്കാനുള്ള അവകാശത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടതെന്നും കോടതി പറഞ്ഞു. ശരി. അതുപോലെ സുഭാഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ കേസിൽ ശുദ്ധവായുവും ശുദ്ധജലവും കിട്ടുന്നത് ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണെന്ന് കോടതി പറഞ്ഞു. അതേ തത്വം തന്നെ ശബ്ദമലിനീകരണത്തിനും ബാധകമാണ്. പരിസ്ഥിതി മലിനീകരണം ആർട്ടിക്കിൾ 21ന്റെ ലംഘനമാണ് എന്ന ആശയം അത് പണ്ടത്തെ കേസുകളിൽ തന്നെയുണ്ട്. T. ദാമോദർ റാവു വേഴ്സസ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഹൈദരാബാദൊക്കെ ഉദാഹരണങ്ങളാണ്. ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19(1)(a), പിന്നെ മതസ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25, അതൊക്കെ ഇതിലെങ്ങനെയാ വരുന്നത്? കാരണം ചിലര് വാദിക്കുമല്ലോ, ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അല്ലെങ്കിൽ മതപരമായ ചടങ്ങിന്റെ ഭാഗമാണെന്നൊക്കെ. നല്ല ചോദ്യമാണ്. ആർട്ടിക്കിൾ 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ചില പഴയ കേസുകളിൽ, ഇന്ദുലാൽ വി സ്റ്റേറ്റ് പോലെയുള്ളവയിൽ ലൗഡ് സ്പീക്കർ ഉപയോഗം ഇതിന്റെ ഭാഗമായി കണ്ടിട്ടുണ്ട്. പക്ഷേ PA ജേക്കബ് വി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് എന്ന കേസിൽ കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം പോലെ തന്നെ പ്രധാനമാണ് മറ്റൊരാളുടെ നിശബ്ദതയ്ക്കുള്ള അവകാശവുമെന്ന്. ഒരു അവകാശം മറ്റൊരാളുടെ അവകാശത്തെ ഇല്ലാതാക്കുന്ന രീതിയിലാകരുത്. അതിന് ന്യായമായ നിയന്ത്രണങ്ങൾ വെക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. മതസ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലോ? അതെ, ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യം തരുന്നുണ്ട്. പക്ഷേ അതെപ്പോഴും പൊതുവായ ആരോഗ്യം, ക്രമസമാധാനം, ധാർമ്മികത ഇതിനൊക്കെ വിധേയമാണ്. ശരി. അപ്പോൾ മതപരമായ ചടങ്ങാണെങ്കിലും അത് കാരണം വലിയ തോതിലുള്ള ശബ്ദമലിനീകരണം ഉണ്ടാവുകയോ പൊതുജനാരോഗ്യത്തെ ബാധിക്കുകയോ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്താൽ അത് നിയന്ത്രിക്കാൻ സർക്കാരിന് പൂർണ്ണാധികാരമുണ്ട്. ഒരവകാശവും അബ്സല്യൂട്ടല്ല. ഇതിനൊക്കെ പുറമേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 51(AG) അത് പറയുന്നത് നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതും മെച്ചപ്പെടുത്തേണ്ടതും ഓരോ ഇന്ത്യൻ പൗരന്റെയും കടമയാണ് എന്നാണ്. വനങ്ങൾ, തടാകങ്ങൾ, നദികൾ, വന്യജീവികൾ ഒക്കെ സംരക്ഷിക്കണം. ശാന്തമായ ഒരു അന്തരീക്ഷം നിലനിർത്തുന്നതും ഈ കടമയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാം. അപ്പോ വ്യക്തിഗത അവകാശങ്ങൾ ഒരു വശത്ത്, അത് മതപരമായാലും അഭിപ്രായ പ്രകടനമായാലും, മറുവശത്ത് സമൂഹത്തിന്റെ പൊതുവായ ആരോഗ്യവും സ്വസ്ഥതയും. അതെ, ഇത് രണ്ടും തമ്മിലൊരു ബാലൻസ് വേണം. നിയമവും കോടതികളും ആ ബാലൻസ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. കൃത്യമായി. ശരി. നിയമങ്ങളുണ്ട്, അവകാശങ്ങളുമുണ്ട്, കടമകളുമുണ്ട്. പക്ഷേ ഇത് ലംഘിക്കപ്പെട്ടാൽ സാധാരണക്കാരനായ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എവിടെയാണ് പരാതിപ്പെടേണ്ടത്? പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടാവില്ല.
അതൊരു പ്രധാന ചോദ്യമാണ്. നിയമം ലംഘിക്കപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആർക്കും പരാതി കൊടുക്കാം. പെട്ടെന്നുള്ള സഹായം വേണമെങ്കിൽ, അതായത് രാത്രിയിലൊക്കെ ഭയങ്കര ഒച്ച കാരണം ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ, പോലീസിന്റെ എമർജൻസി നമ്പർ 112 വിളിക്കാം. ഓക്കെ, 112. പോലീസിനെ ഇതിൽ നേരിട്ട് ഇടപെടാൻ പറ്റുമോ? പറ്റും. ഈ 2000-ലെ ചട്ടങ്ങളനുസരിച്ച് ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള SHO, അതായത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക്, SI അല്ലെങ്കിൽ ഇൻസ്പെക്ടർ, അതെ, അവർക്ക് ഈ നിയമങ്ങൾ നടപ്പിലാക്കാൻ അധികാരവും ഉത്തരവാദിത്വവുമുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം. അല്ലെങ്കിൽ ഒരു നിയമലംഘനം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്ക് സ്വമേധയാ നടപടിയെടുക്കാനും അധികാരമുണ്ട്. പോലീസ് വന്ന് നിർത്താൻ പറഞ്ഞിട്ടും കേട്ടില്ലെങ്കിലോ? പോലീസ് കൊടുക്കുന്ന നിർദ്ദേശം അവഗണിച്ചാൽ SHOക്ക് ആ ശബ്ദമുണ്ടാക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ, അതായത് സ്പീക്കർ, ആംപ്ലിഫയർ ഒക്കെ, അതങ്ങ് കണ്ടുകെട്ടാൻ അധികാരമുണ്ട്. ഓ, കണ്ടുകെട്ടാം. അതെ, അതോടൊപ്പം കേസെടുക്കാനും നടപടിയെടുക്കാനും പറ്റും. SHO ഈ വിവരം നിയമം നടപ്പാക്കാൻ ചുമതലപ്പെട്ട മറ്റ് ഉയർന്ന അധികാരികൾക്ക്, അതായത് ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യും. സാധാരണയായി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഒക്കെയാണ് വരുന്നത്. അവർക്ക് പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 അനുസരിച്ച് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനും അധികാരമുണ്ട്. രേഖാമൂലം പരാതി കൊടുക്കണമെങ്കിൽ ആർക്കൊക്കെ കൊടുക്കാം? നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലാ പോലീസ് മേധാവി, അതായത് SPക്ക് കൊടുക്കാം. അല്ലെങ്കിൽ സബ് ഡിവിഷണൽ പോലീസ് ഓഫീസർക്ക്, DYSP അല്ലെങ്കിൽ ACPക്ക് കൊടുക്കാം. അതുമല്ലെങ്കിൽ ജില്ലാ കളക്ടർക്ക് രേഖാമൂലം പരാതി നൽകാം. ഇതിലൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. നിങ്ങൾ പരാതി കൊടുത്തിട്ട് 60 ദിവസത്തിനകം ഈ അധികാരികൾ നടപടിയൊന്നും എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കോടതിയെ സമീപിക്കാം. സാധാരണയായി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ നിയമ നടപടി ആവശ്യപ്പെടാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ഓക്കെ, അതായത് വെറുതെ ഇരിക്കേണ്ട കാര്യമില്ല. ഇല്ല, പൗരന്മാർക്ക് നീതി തേടാൻ വഴികളുണ്ട്. ഈ നിയമലംഘനത്തിനുള്ള ശിക്ഷകൾ അത് എത്രത്തോളം ഗൗരവമുള്ളതാണ്? വെറുമൊരു ഫൈനടച്ചാൽ തീരുമോ? അല്ലല്ല, ഇതൊരു ക്രിമിനൽ കുറ്റമായിട്ടാണ് കണക്കാക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986-ലെ സെക്ഷൻ 15 അനുസരിച്ച് ഈ നിയമം ലംഘിച്ചാൽ 5 വർഷം വരെ തടവ് കിട്ടാം. 5 വർഷം? അതെ, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വരെ പിഴ. ചിലപ്പോൾ രണ്ടും കൂടിയും ശിക്ഷയായിട്ട് ലഭിക്കാം. ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചാൽ ഓരോ ദിവസത്തിനും അധിക പിഴ ഈടാക്കാനും നിയമത്തിൽ പറയുന്നുണ്ട്. 1 ലക്ഷം രൂപ പിഴ, 5 വർഷം തടവ്, ഇത് ശരിക്കും നിസ്സാര കാര്യമല്ല. അടുത്തിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ഈ വിഷയത്തിൽ? ഉണ്ട്. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, അതായത് NGT, പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയല്ലേ? അതെ. അവർ ഈ വിഷയത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. അവരുടെ ഒരു ഉത്തരവ് പ്രകാരം OA 51-22/2016 നിയമലംഘനം കണ്ടാൽ ഉടനെ ആ ശബ്ദമുണ്ടാക്കുന്ന ഉപകരണങ്ങൾ പിടിച്ചെടുക്കാനും നിയമലംഘകരിൽ നിന്ന് 10,000 രൂപ നഷ്ടപരിഹാരം ഈടാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓക്കെ. ഇതിന്റെ ലക്ഷ്യം ആ കുറ്റകൃത്യം അപ്പത്തന്നെ നിർത്തുക എന്നതാണ്. പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ പുതിയ ഭേദഗതികളും ഇതിലും കർശനമായ ശിക്ഷകളാണ് പറയുന്നത്. കൊള്ളാം. അപ്പോ നമ്മളിന്ന് സംസാരിച്ച കാര്യങ്ങൾ എല്ലാം കൂടി ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്? ഒന്ന് ചുരുക്കി പറഞ്ഞാൽ. പറയാം. ശബ്ദമലിനീകരണം അതൊരു വെറും ശല്യമല്ല. കുട്ടികൾ, ഗർഭിണികൾ, മുതിർന്നവർ എല്ലാവരെയും ബാധിക്കുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകുന്നുണ്ട്. ഇതിനെ നിയന്ത്രിക്കാൻ വളരെ വ്യക്തമായ നിയമങ്ങളുണ്ട്. സമയപരിധികളുണ്ട്, ശബ്ദപരിധികളുണ്ട്. എല്ലാം നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചും പറഞ്ഞു. അതെ, ശാന്തമായ അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള നമ്മുടെ അവകാശം അത് ഭരണഘടന തന്നെ തരുന്നതാണ്. കോടതികൾ അത് പലതവണ ശരിവച്ചിട്ടുമുണ്ട്. നിയമലംഘനം കണ്ടാൽ പരാതിപ്പെടാനും സംവിധാനങ്ങളുണ്ട്. തീർച്ചയായും പോലീസിലും മറ്റധികാരികളോടും പരാതിപ്പെടാം. നടപടിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കാം. നിയമം ലംഘിച്ചാൽ നല്ല ശിക്ഷ കിട്ടാനും സാധ്യതയുണ്ട്. ശരിയാണ്. പക്ഷേ ഈ നിയമങ്ങളൊക്കെ കടലാസിൽ മാത്രം പോരല്ലോ. അവിടെയാണ് കാര്യം. അതെ, ഇതൊരു സാമൂഹിക ഉത്തരവാദിത്തം കൂടിയാണ്. മറ്റുള്ളവരുടെ സ്വസ്ഥതയെ നമ്മൾ മാനിക്കണം. അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാകണം. നിയമം അറിയുക, അത് പാലിക്കുക, ചിലപ്പോൾ മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുക. എല്ലാവരും കൂടി സഹകരിച്ചാലേ നമുക്ക് കൂടുതൽ ശാന്തവും ആരോഗ്യകരവുമായൊരു സമൂഹം ഉണ്ടാക്കാൻ പറ്റൂ. നിയമം നടപ്പാക്കാൻ ഉദ്യോഗസ്ഥരുണ്ട്. എന്നാലും ഒരു സമൂഹം എന്ന നിലയിൽ നമുക്കും ഇതിൽ വലിയൊരു പങ്കുണ്ട്. തീർച്ചയായും. ഒരു അവസാന ചിന്തയായിട്ട്, ഇപ്പോൾ നിങ്ങളിത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ശബ്ദങ്ങളെക്കുറിച്ച് ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ.
നിങ്ങളുടെ വീടിനടുത്തുള്ള റോഡിലെ ഒച്ച, അല്ലെങ്കിൽ അടുത്തുള്ള ആരാധനാലയത്തിൽ നിന്നോ ഏതെങ്കിലും ഹാളിൽ നിന്നോ കേൾക്കുന്ന ശബ്ദം. ഈ നിയമങ്ങളും നമ്മളീ സംസാരിച്ച കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രസക്തമാണ്? ശരിയാണ്. ഈ നഗരവൽക്കരണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ശബ്ദമലിനീകരണം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഇതിനെ നേരിടാൻ ഈ ടെക്നോളജിക്ക് നമ്മളെ എങ്ങനെ സഹായിക്കാൻ പറ്റും? ചിലപ്പോ ശബ്ദം മോണിറ്റർ ചെയ്യാനുള്ള മൊബൈൽ ആപ്പുകൾ, സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വീടും കെട്ടിടമൊക്കെ പണിയുമ്പോൾ ശബ്ദം കുറയ്ക്കാൻ പറ്റുന്ന പുതിയ രീതികൾ. ബെറ്റർ ബിൽഡിംഗ് മെറ്റീരിയൽസ്, ഡിസൈൻസ്. അതെ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് തുടർന്നും ചിന്തിക്കാവുന്നതാണ്. ഇന്നത്തെ ഈ ചർച്ച നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നന്ദി.